ദീപക് എന്ന യുവാവ്, ഷിംജിത എന്ന് പറയുന്ന ഒരു സ്ത്രീ ദീപക്കിനെതിരെ മോശമായി എന്നെ സ്പർശിച്ചു എന്നൊരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതുകൊണ്ട് അത് കണ്ടപ്പോൾ ഉള്ള മാനസികാവസ്ഥ സഹിക്കാൻ കഴിയാതെ ഇനി ജീവിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ വന്നപ്പോഴാണ് സ്വന്തം ജീവൻ അവസാനിപ്പിച്ചത്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും ആ ചെറുപ്പക്കാരൻ വല്ലാതെ ആത്മാഭിമാനമുള്ളൊരു ചെറുപ്പക്കാരനാണ്. ചില കാര്യങ്ങൾ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും സ്വന്തം അമ്മയും അച്ഛനും ആരെയും ആശ്രയിക്കണ്ട എന്ന് മനസ്സിലൊരു തീരുമാനം എടുത്തത് കൊണ്ടായിരിക്കും. കാരണം മരണത്തിന് ശേഷം ശവസംസ്കാരം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അമ്മയുടെയും അച്ഛൻ്റെയും കയ്യിൽ പണമില്ലാതെ ആരുടെ കയ്യിൽ നിന്നും കൈനീട്ടി വാങ്ങരുത് എന്നുള്ളൊരു ചിന്ത കൊണ്ടായിരിക്കുമല്ലോ മരണത്തിന് തൊട്ടു മുമ്പ് 45,000 രൂപയെടുത്ത് വീട്ടിൽ വെച്ചത്. അങ്ങനെ വളരെ ആത്മാഭിമാനത്തോടു കൂടി ജീവിതം മതിയാക്കിയ ദീപക്കിൻ്റെ മാതാപിതാക്കൾ വളരെയേറെ സങ്കടത്തിലിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും നമുക്ക് ആശ്വസിപ്പിക്കാൻ വേണ്ടി പോവാം. കാരണം ഒരേ ഒരു മകൻ മരിച്ചിരിക്കുമ്പോൾ ആ ഒരു മാതാപിതാക്കളുടെ മാനസികാവസ്ഥ ആരും പറയണ്ട അല്ലേ. ഇതിനേക്കാൾ വലുതായി ഇനി ഈ ഭൂമിയിൽ ഒരു ദുരന്തവും അവർക്ക് വരാനില്ല. സ്വന്തം മകൻ ഒരു സ്ത്രീയുടെ വെറുതെ ഉള്ളൊരു വീഡിയോ കാരണം സ്വയം ജീവൻ ഒടുക്കിപ്പോയ ആ മകൻ്റെ അമ്മയും അച്ഛനും വീട്ടിൽ അത്രയും തകർന്നിരിക്കുമ്പോൾ ആർക്ക് വേണമെങ്കിലും പോയി അവരെ ആശ്വസിപ്പിക്കാം. പക്ഷേ നമ്മൾ കണ്ടത് മരിച്ച ദീപക്കിൻ്റെ വീട്ടിൽ രാഹുൽ ഈശ്വർ സന്ദർശിക്കുകയും ദീപക്കിൻ്റെ മാതാപിതാക്കൾക്ക് കുറച്ച് പൈസ കൊടുക്കുന്നത് നമ്മൾ വീഡിയോയിൽ കണ്ടു. ഇവിടെ ഇപ്പം ഞാൻ പറയുന്നത് സഹായം കൊടുത്തതിൻ്റെ ഒരു കാര്യമല്ല. പക്ഷേ അങ്ങനെ ഒരു പണം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പബ്ലിസിറ്റിയായി ക്യാമറയുടെ മുന്നിൽ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ആ ഒരു കുടുംബം ഈ ഭൂമിയിലെ ഏറ്റവും വലിയൊരു ദുഃഖത്തിലൂടെ പോകുന്ന സമയത്ത് ആശ്വാസമല്ലേ വേണ്ടത്? അങ്ങനെ സഹായം ചെയ്യണം എന്ന് മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ എന്തിനു വേണ്ടി ഒരുപാട് ആളുകളെ വിളിച്ചു നിർത്തി ക്യാമറ ഓൺ ചെയ്ത് കേവലം ഒരു 3-4 ദിവസമായി ഒരു മകൻ നഷ്ടപ്പെട്ട ഒരു അമ്മയോട് എഴുന്നേറ്റ് നിൽക്കൂ, അപ്പോൾ ഒരാൾ ചോദിക്കുന്നു ഇങ്ങോട്ട് വിളിക്കണോ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടൊരു സഹായഹസ്തം അതെന്തിനു വേണ്ടിയിട്ടായിരിക്കും? ആ കൊടുക്കുന്ന ആൾ ഇങ്ങനെ ചെയ്തു എന്ന് പുറം ലോകത്തെ അറിയിക്കാൻ വേണ്ടിയല്ലേ, അല്ലാതെ അവർക്കിപ്പോൾ പണമായിരുന്നോ ആവശ്യം? അത്രത്തോളം തളർന്നു നിൽക്കുന്നൊരു ഫാമിലിക്ക് ഞങ്ങൾക്കിത് വേണ്ട എന്ന് പറഞ്ഞ് അത് നിരസിക്കുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത് തെറ്റാണോ എന്നൊക്കെയുള്ളൊരു ചിന്തയായ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവും. അവരത് കൈനീട്ടി വാങ്ങുന്നു. പക്ഷെ അത് കണ്ടപ്പോൾ ഒരു വല്ലാത്ത മനസ്സിന് അങ്ങനെ ചെയ്യേണ്ടിയിരുന്നോ? അങ്ങനെ ചെയ്യണമെങ്കിൽ തന്നെ ആരും അറിയാതെ ഒരു ദിവസം അവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ട ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതല്ലേ അതിൻ്റെ ഒരു യുക്തി? ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും അവരെ സഹായിച്ചതിനാണ് ഞാൻ കുറ്റം പറയുന്നത്. അല്ല, കാരണം സഹായത്തിൻ്റെ പ്രദർശനത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അച്ഛനും അമ്മയും സ്വന്തം മകനെ നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ അവർക്ക് വേണ്ടുന്ന ഒരു ക്യാമറയോ കയ്യടിയോ അതൊന്നുമല്ല അവർക്ക് വേണ്ടത്. അവർക്കൊരു മനസ്സിനൊരു ശക്തി കിട്ടാനുള്ളൊരു സ്വാന്തനം ചേർത്ത് പിടിക്കുക, അതല്ലേ അവർക്ക് വേണ്ടിയിരുന്നത്. ആരുടെയെങ്കിലും കണ്ണീര് അതൊരു കണ്ടന്റാണോ? ആരും ഒരു കുടുംബത്തിൻ്റെ വേദനയെ സ്വന്തം ഇമേജിനായി ദുരുപയോഗം ചെയ്യുന്നത് കാണുമ്പോൾ അതൊരു വല്ലാത്തൊരു അവസ്ഥ. ആർക്കും അങ്ങനെ ഒരു അവസ്ഥ ഒരു മോശമല്ലേ. ആ മകൻ ആത്മാഭിമാനം കൊണ്ടാണ് ശരിക്കും എല്ലാവരുടെയും മുമ്പിൽ ഞാൻ തലകുനിച്ച് നിൽക്കേണ്ടി വരുമല്ലോ എന്നുള്ളൊരു അവസ്ഥയിലാണ് സ്വന്തം ജീവൻ അവസാനിപ്പിച്ചത് അല്ലേ. മുന്നോട്ട് ജീവിക്കാൻ എനിക്ക് ആ ഒരു മാനസികാവസ്ഥ കാരണം ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല, എന്നെ നാണം കെടുത്തിയല്ലോ എന്നുള്ളൊരു ചിന്തയിൽ പോയൊരു മകൻ്റെ അച്ഛനും അമ്മയും ഇതുപോലെ എല്ലാ ക്യാമറയും പ്രദർശിപ്പിച്ച് ക്യാമറയുടെ മുന്നിൽ ഇങ്ങനൊരു പണം വാങ്ങിക്കാൻ അവരത്രത്തോളം ദാരിദ്ര്യത്തിലൊന്നും ആയിരുന്നില്ലല്ലോ. സഹായം ചെയ്യണമെങ്കിൽ ശബ്ദമില്ലാതെ ക്യാമറയില്ലാതെ അങ്ങനെ ചെയ്യും. അതാണല്ലോ ഒരു മനുഷ്യൻ്റെ മനുഷ്യത്വം, മനുഷ്യൻ്റെ ഉയരം, അതൊക്കെ അതല്ലേ. ഇത് ഞാൻ ചിന്തിക്കുന്ന, ചിലപ്പോൾ കേൾക്കുന്ന നിങ്ങൾക്കതൊരു തെറ്റായിട്ട് തോന്നും. ആ ഒരു മാതാപിതാക്കളെ സഹായിച്ചതല്ലേ എന്ന്. സഹായിക്കാം, ആർക്ക് വേണമെങ്കിലും സഹായിക്കാം. പക്ഷെ അത് ഇതുപോലെ പ്രദർശിപ്പിച്ച് ചെയ്യണമായിരുന്നോ എന്നൊരു ചിന്തയാണ് എനിക്ക്. നിങ്ങൾക്കും തോന്നില്ല അവർക്ക് വേണ്ടുന്നൊരു മാനസിക പരിരക്ഷ അല്ലെങ്കിൽ നിയമത്തിൻ്റെ ഈ ഒരു മകൻ മരിച്ചതിൽ കാരണക്കാരിയായവരെ അറസ്റ്റ് ചെയ്യാനും മുൻപോട്ട് ആ നിയമം സ്മൂത്തായി പോവാനും വേണ്ടിയിട്ട് ഇതുപോലെ ആൾക്കാരുടെ സഹായം അവർക്ക് വേണം. അത് ഇതുപോലെ ഇന്നയാളാണ് ഈ ചാരിറ്റി തന്നത്, നിങ്ങൾക്ക് ഇനിയും ചെയ്യാം. അപ്പോൾ രാഹുൽ ചോദിക്കുന്നു എഴുന്നേറ്റ് നിന്ന് കൊടുക്കണോ? ദുഃഖത്തിന് ക്യാമറ വേണോ? അതുപോലെ കണ്ണീരൊരു കണ്ടന്റ് ആണോ? ഇതാണ് എൻ്റെ ചോദ്യം. ഇതൊക്കെ ഒരു കണ്ടന്റ് പോലെയല്ലേ നമുക്ക് തോന്നുന്നത്. എല്ലാവരും ദീപക്കിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇപ്പോഴും ഷിംജിത ആ ഒരു ഇതിൽ ഉറച്ചു നിൽക്കുകയാണ്. ചെയ്തു, മോശമായിട്ട് ചെയ്തു. അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായി ആ ഒരു ഇത് ചെയ്തതിന് ശേഷം ഓടിപ്പോയെന്ന്. പക്ഷേ അത് തെറ്റായി പോയോ എന്ന് തോന്നി. അല്ല, സ്പീഡിൽ നടന്നു പോയെന്ന്. അപ്പോൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുമ്പോൾ ബസ്സിൽ CCTV ഉണ്ട്. അതുപോലെ തന്നെ കണ്ടക്ടറോ ഡ്രൈവറോ എല്ലാം അടുത്ത് നിന്നവരോ ആരും അറിഞ്ഞിട്ടില്ല. ഏതെങ്കിലും തൊട്ടടുത്ത് നിൽക്കുന്നവരെങ്കിലും പിന്നെ ഈ ഒരു സംഭവമൊക്കെ കഴിയുമ്പോൾ നമ്മളും കണ്ടതാണ്, ആ കുട്ടി വിഷമിക്കുന്നത് കണ്ടതാണ്. അങ്ങനെ ആരും വന്നിട്ടില്ല. അപ്പോൾ ഇവൾ പറഞ്ഞ കള്ളം ഇപ്പം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും മൊഴി മാറ്റാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഉറച്ചു നിൽക്കുന്നതായിരിക്കാം.
എന്തായാലും ദീപക് നിരപരാധിയാണെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവരും ദീപകിൻ്റെ കൂടെ നിന്നിട്ട് ഇത് തെളിയിക്കണം. അതായിരുന്നു ആ കുടുംബത്തിന് വേണ്ടത്. അല്ലാതെ ഇപ്പോൾ ഓടിച്ചെന്ന് ഇത്ര ദിവസത്തിനുള്ളിൽ ഈ സമയത്തായ അമ്മയും അച്ഛനും ഒക്കെ തളർന്ന് ആ മോൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഇതുപോലെ കുറേ ആൾക്കാർ ക്യാമറയും ആളുകളെയും ഒക്കെ കൊണ്ടുപോയി അങ്ങോട്ട് തിരിഞ്ഞു നോക്കൂ, ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കൂ, ഇന്നയാളാണ് ഈ ചാരിറ്റി ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ആ പണം കൊടുത്ത കണ്ടപ്പോൾ എനിക്കത് തീരെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടായില്ല. കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ്. കാരണം ഇത് അവർക്ക് ഇതുപോലെ ഒന്നുമില്ലാത്ത ഒരാളായിട്ട് നമുക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. ലൈറ്റും ക്യാമറയും ഒക്കെ ഓണാക്കി ചെയ്ത ഈ ഒരു പ്രവൃത്തി എനിക്ക് സഹായകമായിട്ടല്ല തോന്നിയത്, മറിച്ച് അതൊരു പ്രദർശനമായിട്ട് തന്നെയാണ് തോന്നിയത്. പലരും അത് ഞാനിത് പറയുമ്പോൾ അവർക്ക് പണം കൊടുത്തത് എന്തുകൊണ്ട് തെറ്റാണെന്ന് പറയുന്നു എന്നൊക്കെ തോന്നും. നിങ്ങളുടെ വീട്ടിലാണെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ തോന്നില്ലേ? നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യുമ്പോൾ അത് നാലാളുകൾ, അയൽവക്കക്കാരോ നാലാളുകളോ അറിയാതെ നിങ്ങളുടെ കയ്യിൽ കുറച്ച് പണമോ അല്ലെങ്കിൽ ആഹാര സാധനങ്ങളോ കൊണ്ടുത്തരുമ്പോൾ അതിനൊരു മാന്യതയുണ്ട്. ഈ കൊടുക്കുന്ന നമ്മളും വാങ്ങുന്നവരും മാത്രമേ അറിയുള്ളൂ. ഇതങ്ങനെയാണോ? ഇത് ലോകം മുഴുവനും മരിച്ച ദീപകിൻ്റെ അമ്മയ്ക്കും അച്ഛനും എന്തോ ഇല്ലായ്മയിൽ നിന്ന് എവിടെയൊക്കെയോ പിരിച്ച ആദ്യം 1 ലക്ഷം എന്ന് വിചാരിച്ചു, ഇപ്പോൾ 3.5 ലക്ഷം കിട്ടിയിരിക്കുന്നു, ഇന്നയാൾ തന്നു എന്നൊക്കെ പറഞ്ഞ് കൊട്ടിഘോഷിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമുക്കത് തോന്നില്ലേ? അയ്യോ അങ്ങനെ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നില്ലേ? അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ദീപക് മരിക്കുന്നതിന് മുമ്പ് ആ 45,000 രൂപ എടുത്ത് വെച്ചത് എൻ്റെ അച്ഛനും അമ്മയും ആരുടെ മുമ്പിലും കൈനീട്ടാതെ എൻ്റെ ശവസംസ്കാരം ചെയ്യണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അത് ന്യായീകരിക്കല്ല. അത്രത്തോളം മാതാപിതാക്കളെ അത് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മാതാപിതാക്കളുടെ കൂടെ നിൽക്കണമായിരുന്നു എന്ന് നമുക്ക് ചിലപ്പം തോന്നിയേക്കാം. പക്ഷേ അത്രത്തോളം മാനസികാവസ്ഥയിലാണ് ദീപക് സ്വന്തം ജീവൻ അവസാനിപ്പിച്ചത്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു പ്രദർശനം വേണ്ടിയിരുന്നില്ല. അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ആരും അറിയാതെ തന്നെ കൊടുക്കുന്നതായിരുന്നു അതിൻ്റെ ഒരു യുക്തി. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. കാരണം 2 ദിവസമായിട്ട് ഇത് കാണുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? ചിലപ്പോൾ അവർക്ക് അതിനെക്കൊണ്ട് അവർക്ക് എന്തെങ്കിലും നേടാനോ എന്തെങ്കിലും ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ കൊട്ടിഘോഷിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആരെങ്കിലും സഹായിക്കണം എന്നുണ്ടെങ്കിൽ 4 ആൾ അറിയാതെ ആർക്ക് വേണമെങ്കിലും സഹായം ചെയ്യുമ്പോൾ അതിനൊരു ന്യായമുണ്ട്, അതിനൊരു പുണ്യമുണ്ട്. അങ്ങനെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ആ ഒരു പുണ്യമാണ് നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത്.